ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച പദ്ധതികൾ എല്ലാവരിലേക്കും എത്തിക്കാനായത് സാങ്കേതിക വിദ്യയിലൂടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരു ടെക് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലക്സംബർഗ് പ്രധാനമന്ത്രി സേവിയർ ബെറ്റലുമായുള്ള വെർച്വൽ കൂടിക്കാഴ്ച ഇന്ന്. ഉഭയകക്ഷി സഹകരണം ചർച്ചയാകും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന നാളെ. ജമ്മു കശ്മീരിലെ നഗ്രോട്ടയിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 4 ഭീകരരെ വധിച്ചു. കത്വ ജില്ലയിൽ വീണ്ടും പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം. പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലൂടെ ഇതുവരെ അനുവദിച്ചത് 14 ലക്ഷത്തിലധികം വായ്പകൾ. വഴിയോര കച്ചവടക്കാർക്ക് കൈത്താങ്ങ്. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച പദ്ധതികൾ എല്ലാവരിലേക്കും എത്തിക്കാനായത് സാങ്കേതിക വിദ്യയിലൂടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരു ടെക് ഉച്ചകോടി 2020 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വിശദാംശങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ. ഡിജിറ്റൽ ഇന്ത്യ എന്നത് ഒരു ജീവിത രീതിയായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ മനുഷ്യത്വപരമായ വികസനം സാധ്യമായി. 5 വർഷങ്ങൾക്ക് മുൻപാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് ഇതൊരു സാധാരണ സർക്കാർ സംരംഭമായല്ല, മറിച്ച് ഒരു ജീവിത രീതിയായാണ് കണക്കാക്കപ്പെടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവർക്കും ഇടയിൽ. സാങ്കേതിക വിദ്യ ആദ്യം എന്നതൊരു മന്ത്രമായി മാറി. കോവിഡ് അതിരൂക്ഷമായി നിലനിന്നിരുന്നപ്പോൾ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവർക്കും സഹായമെത്തിക്കാൻ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ കഴിഞ്ഞു. 25 വർഷം മുൻപാണ് രാജ്യത്ത് ഇന്റർനെറ്റ് സേവനം നിലവിൽ വന്നത്. എന്നാൽ ഇന്ന് 700 ദശലക്ഷത്തിലധികം ഇന്റർനെറ്റ് കണക്ഷനുകൾ രാജ്യത്തുണ്ടെന്നാണ് കണക്ക്. എല്ലാവർക്കും വൈദ്യുതി എത്തിക്കുന്നതിൽ സാങ്കേതിക വിദ്യ ഒരു പ്രധാന പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച പദ്ധതികൾ എല്ലാവരിലേക്കും എത്തിക്കാനായത് സാങ്കേതിക വിദ്യയിലൂടെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളരുക എന്നതാണ് മുന്നോട്ടുള്ള വഴി. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി ഇൻക്യുബേഷൻ സെന്ററുകൾക്ക് രാജ്യത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ തദ്ദേശീയ സാങ്കേതിക സ്ഥാപനങ്ങൾക്ക് ആഗോളതലത്തിൽ പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള ശേഷിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കർണാടക സർക്കാരിന്റെ പ്രത്യേക വിഷൻ ഗ്രൂപ്പ്, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ, ആക്ടീവ്, സൈടെക് കമ്മ്യൂണിക്കേഷൻ എന്നിവ സംയുക്തമായാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, സ്വിസ് കോൺഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലക്സംബർഗ് പ്രധാനമന്ത്രി സേവിയർ ബെറ്റലുമായുള്ള വെർച്വൽ കൂടിക്കാഴ്ച ഇന്ന് നടക്കും. ഉഭയകക്ഷി വിഷയങ്ങൾ, കോവിഡാനന്തര ലോകത്തെ സഹകരണം ശക്തമാക്കുന്നത് എന്നിവ ചർച്ചാ വിഷയമാകും. പരസ്പര താൽപര്യമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു നേതാക്കളും സംവാദം നടത്തും. 2 പതിറ്റാണ്ടിനിടെ ഇരു രാഷ്ട്രങ്ങളിലെയും തലവന്മാർ തമ്മിൽ നടത്തുന്ന ആദ്യ പ്രത്യേക കൂടിക്കാഴ്ചയാണിത്. ജമ്മു കാശ്മീരിലെ നഗ്രോട്ടയിൽ ദേശീയപാതയിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. ഒരു ട്രക്കിൽ കശ്മീർ താഴ്വര ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരുന്ന ഭീകരർ ടോൾ പ്ലാസയ്ക്ക് സമീപം പരിശോധനയ്ക്കിടയിൽ സുരക്ഷാസേനയ്ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. സേന നടത്തിയ പ്രത്യാക്രമണത്തിലാണ് 4 ഭീകരരെ വധിച്ചത്. അടുത്തിടെ സാംബ മേഖലയിൽ അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറിയ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട ഭീകരവാദികളെന്ന് ജമ്മു കശ്മീർ ഡിജിപി അറിയിച്ചു. ജമ്മു കശ്മീരിൽ കത്വ ജില്ലയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. മന്യാരി ഗ്രാമത്തിലെ ജനവാസ മേഖലയിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. മോർട്ടാർ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായി. രാജ്യത്ത് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 4.5 ലക്ഷത്തോളം പേർ. രോഗമുക്തി നിരക്കിൽ വർധന തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,493 പേർ കോവിഡ് മുക്തരായി. 93.58% കോവിഡ് രോഗമുക്തി നിരക്ക്. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 90 ലക്ഷത്തോടടുക്കുന്നു. ഇന്നലെ 45,576 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 585 കോവിഡ് മരണങ്ങൾ കൂടി പുതിയതായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 1,31,578 ആയി. തെലങ്കാനയിൽ 12,000-ഓളം പേർ നിലവിൽ ചികിത്സയിലുണ്ട്. കർണാടകയിൽ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ എണ്ണം 11,578 ആയി. തങ്ങൾ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ 95% ഫലപ്രദമാണെന്ന് 3ാം ഘട്ട പരീക്ഷണത്തിൽ തെളിഞ്ഞതായി ആഗോള മരുന്ന് നിർമ്മാതാക്കളായ ഫൈസറും ബയോ എൻടെക്കും സംയുക്തമായി അവകാശപ്പെട്ടു. ജൂലൈ 27-ന് തുടങ്ങിയ 3ാം ഘട്ട പരീക്ഷണത്തിൽ 41,135 പേർ പങ്കാളികളായി.
65 വയസ്സിന് മുകളിൽ ഉള്ളവരിലും വാക്സിൻ ഫലപ്രദമാണെന്ന് കമ്പനി അറിയിച്ചു. 2020 5 കോടി ഡോസുകളും 2021 അവസാനത്തോടെ 130 കോടി ഡോസുകളും ഉൽപ്പാദിപ്പിക്കാനാകുമെന്നും ഇരു കമ്പനികളും വ്യക്തമാക്കി. അമേരിക്കൻ ഔഷധ കമ്പനിയായ ഫൈസറും ജർമ്മൻ പങ്കാളിയായ ബയോഎൻടെക്കും സംയുക്തമായാണ് RNA അധിഷ്ഠിത വാക്സിൻ വികസിപ്പിച്ചത്. ലോകത്താകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5 കോടി 65 ലക്ഷത്തിന് മുകളിലായി. 1 കോടി 58 ലക്ഷത്തോളം ആളുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 13,54,000 പേർ ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചു. 3 കോടി 93 ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായി. ലോകത്ത് ഏറ്റവുമധികം രോഗബാധിതരുള്ള യുഎസിലെ ആകെ മരണം 2,56,000 കടന്നു. വഴിയോര കച്ചവടക്കാർക്കായുള്ള പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലൂടെ ഇതുവരെ 14 ലക്ഷത്തിലധികം വായ്പകൾ അനുവദിച്ചതായി കേന്ദ്ര സർക്കാർ. ഇവയിൽ 7.88 ലക്ഷം ലോണുകൾ നൽകിക്കഴിഞ്ഞു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 27,33,000 അപേക്ഷകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കോവിഡിനെ തുടർന്ന് സ്വദേശത്തേക്ക് മടങ്ങിയ വഴിയോര കച്ചവടക്കാർക്കാണ് ലോൺ ലഭ്യമാവുകയെന്ന് കേന്ദ്ര ഭവന നിർമ്മാണ നഗരകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെയാണ് സൂക്ഷ്മ പരിശോധന. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക സജ്ജീകരണമൊരുക്കിയാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. ഈ മാസം 23 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ആകെ ലഭിച്ചത് 82,810 നാമനിർദ്ദേശ പത്രികകളാണ്. 12 മുതലാണ് പത്രികാ സമർപ്പണം ആരംഭിച്ചത്. ഡിസംബർ 8, 10, 14 തീയതികളിലാണ് വോട്ടെടുപ്പ്. 15ാമത് G20 ഉച്ചകോടി ഈ മാസം 21, 22 തീയതികളിൽ സൌദി തലസ്ഥാനമായ റിയാദിൽ നടക്കും. സൌദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ അധ്യക്ഷതയിലാണ് ഈ വർഷത്തെ ഉച്ചകോടി. യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, ഇന്ത്യ, സൌദി അറേബ്യ ഉൾപ്പെടെ ലോകത്തിലെ വൻ ശക്തികളായ 20 രാജ്യങ്ങളാണ് ഉച്ചകോടിയിലെ അംഗങ്ങൾ. 2019 ജപ്പാനിലെ ഒസാക്കയിൽ ചേർന്ന 14ാമത് ഉച്ചകോടിയിലാണ് സൌദി അറേബ്യയ്ക്ക് 2020 ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി ലഭിച്ചത്. സൌദി അറേബ്യയ്ക്ക് പുറമെ ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി, ബ്രിട്ടൻ, അമേരിക്ക, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ, അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, കൊറിയ, റഷ്യ എന്നീ രാജ്യങ്ങളും അതിഥി രാജ്യങ്ങളായി സ്പെയിൻ, ജോർദാൻ, സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡ് എന്നിവയുമാണ് ഈ വർഷത്തെ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ലോക ശൌചാലയ ദിനം. പൊതുശുചിത്വം, ശൌചാലയങ്ങളുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ദിനാചരണവുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ജില്ലകൾക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള സ്വച്ഛതാ പുരസ്കാരങ്ങൾ കേന്ദ്ര ജൽശക്തി മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വിതരണം ചെയ്യും. സുസ്ഥിര ശുചീകരണവും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പാകിസ്ഥാൻ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സന്ദർശക വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ UAE തീരുമാനിച്ചു. കോവിഡ്-19ന്റെ 2ാം വ്യാപനവുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്ന് UAE വിദേശകാര്യ വകുപ്പ് പ്രസ്താവിച്ചു. തുർക്കി, ഇറാൻ, യമൻ, സിറിയ, ഇറാഖ്, സൊമാലിയ, ലിബിയ, കെനിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സന്ദർശകർക്കും വിലക്കുണ്ട്. സമാധാന നൊബേൽ പുരസ്കാരദാനം വെർച്വലായി നടത്താൻ തീരുമാനം. പുരസ്കാരം നൽകുന്ന നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയും പുരസ്കാരം നേടിയ ലോക ഭക്ഷ്യ പദ്ധതിയും ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച പദ്ധതികൾ എല്ലാവരിലേക്കും എത്തിക്കാനായത് സാങ്കേതിക വിദ്യയിലൂടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരു ടെക് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലക്സംബർഗ് പ്രധാനമന്ത്രി സേവിയർ ബെറ്റലുമായുള്ള വെർച്വൽ കൂടിക്കാഴ്ച ഇന്ന്. ഉഭയകക്ഷി സഹകരണം ചർച്ചയാകും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന നാളെ. ജമ്മു കശ്മീരിലെ നഗ്രോട്ടയിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 4 ഭീകരരെ വധിച്ചു. കത്വ ജില്ലയിൽ വീണ്ടും പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം. പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലൂടെ ഇതുവരെ അനുവദിച്ചത് 14 ലക്ഷത്തിലധികം വായ്പകൾ. വഴിയോര കച്ചവടക്കാർക്ക് കൈത്താങ്ങ്. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകൾക്കും വാർത്താധിഷ്ഠിത പരിപാടികൾക്കും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.